ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. കന്നി ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. എനിക്ക് യൂട്യൂബ് തുടങ്ങുന്നതിന് മുന്നേ ഓരോ യൂട്യൂബേഴ്സ് ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായിരുന്നുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കാണെങ്കിൽ മേക്കപ്പ് ഇടുക പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് ആദ്യം ഒരു ലിപ് ബാം ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ എൻ്റെ രീതിയിലുള്ളൊരു സംഭവം കേട്ടോ കാണിക്കുന്നത്. ഇത് വലിയൊരു കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ സൺസ്ക്രീൻ ഇട്ട് കൊടുത്തു. സൺസ്ക്രീൻ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ പൗഡർ ഇടാറില്ല. ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പൗഡർ മിക്കതും ഇടാറില്ല കേട്ടോ. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് മേക്കപ്പിൻ്റെ കംപ്ലീറ്റ് ആയ പോലെ തോന്നും. നമ്മുടെ മുഖമൊക്കെ ഒന്നുകൂടെ ബ്രൈറ്റ് ആയ പോലെ ഒന്നൊരു മെന വന്ന പോലെ തോന്നും. പിന്നെ ഐബ്രോ ഒന്നും ഞാൻ ചെയ്യാറില്ല. ഐബ്രോ നമ്മൾ എഴുതി കൊടുക്കാറൊന്നുമില്ല കേട്ടോ, അതുപോലെ തന്നെ വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ കണ്ണിൽ മസ്കാര ഇട്ടതിൻ്റെ ശേഷം കേട്ടോ കണ്ണെഴുതി കൊടുക്കാറ്. രണ്ട് രീതിയിലും ചെയ്യാറുണ്ട്. എനിക്ക് ഒന്നും കൂടെ അടിപൊളിയായിട്ട് തോന്നുക മസ്കാര ഇട്ടതിൻ്റെ ശേഷം ഞാൻ കണ്ണെഴുതാറാ. രണ്ട് പുറം കണ്ണെഴുതാൻ എനിക്ക് ഇഷ്ടം കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് കണ്ണെഴുതാറാണ് മുന്നേയൊക്കെ. ഇപ്പോൾ ഞാൻ അധികം ഇങ്ങനെ മേലെഴുതിയിട്ട് പെട്ടെന്ന് പോവുക ചെയ്യുക. ഇപ്പോഴും രണ്ട് ഭാഗം എഴുതാറുണ്ട്. എനിക്ക് ഒന്നുകൂടെ ഇഷ്ടം രണ്ട് പുറവും ഇങ്ങനെ നല്ല കറുപ്പിച്ചെഴുതണേ. ഇപ്പം ഞാൻ മേലെ ഭാഗം മാത്രമേ എഴുതി കൊടുക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഈ എഴുതുന്ന സമയത്ത് നമ്മളിങ്ങനെ എന്നൊക്കെ പിടിച്ചിട്ട് ആ മുഖം കൊണ്ട് ഒരു ഗോഷ്ടി കാണിക്കാറില്ലേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ലെങ്കിൽ കൂടെ എനിക്ക് കണ്ണെഴുതുമ്പോൾ അങ്ങനെയൊക്കെ വരും. നിങ്ങൾക്ക് അങ്ങനെ വരാറുണ്ടോ എന്ന് പറയണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി ഒരു പൊട്ടും കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് ഫിനിഷ്ഡായി. വേറെ ഒന്നും ചെയ്തിട്ടില്ല. സൺസ്ക്രീനും കണ്ണെഴുതി മസ്കാര ഇട്ടു, ലിപ്സ്റ്റിക് ഇട്ടു, ഒരു പൊട്ടിട്ടു. എന്നാൽ തന്നെ ആൾക്കാർ കണ്ടാൽ ചോദിക്കും എന്തിനാ ഇത്ര മേക്കപ്പ് എന്നൊക്കെ ചോദിക്കും. എനിക്കറിയില്ല എന്താണ് അങ്ങനെ ചോദിക്കുന്നത്. ഫൗണ്ടേഷൻ പോലും യൂസ് ചെയ്യാറില്ല. പിന്നെ ഈ പൂത്തിരിമുടിയാണ്. പൂത്തിരിമുടി വെച്ചിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്തൊക്കെയൊക്കെയോ ചെയ്യാൻ എനിക്ക് പൂതിയുണ്ട്. പക്ഷേ എൻ്റെ പൂത്തിരിമുടി കൊണ്ട് അതൊന്നും നടക്കില്ല. ഒരു കുന്നോളം നെറ്റിയുള്ള കാരണം ഞാൻ ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ്. മുന്നൊക്കെ ആകുമ്പോൾ ഒരു സൈഡ് വക ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ വകഞ്ഞെടുത്തിട്ട് അങ്ങനെ ഇങ്ങോട്ട് കെട്ടാറാ ചെയ്യുക. ഇപ്പോൾ ആയിട്ട് ഇതിലൊന്നും പിടി കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. എന്നിട്ട് അതിനകത്തൊരു ക്ലിപ്പും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹെയർ സ്റ്റൈലും കംപ്ലീറ്റ് ആയിട്ടോ. ഈ എല്ലാ ചുരിദാർ എനിക്കും പൂജിറ്റിക്കും കൂടെ ഇഷ്ടമായിട്ട് എടുത്താണ്. ഞാനത് എടുക്കണില്ല എന്ന് വിചാരിച്ച് പോന്നിട്ട് പൂജിറ്റി എന്നോട് നിർബന്ധിച്ചെടുപ്പിച്ച ചുരിദാറാണ്. ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ അത്. പിന്നെ ഞാൻ അതിലേക്കൊരു കുഞ്ഞൊരു മാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ബ്രേസ്ലെറ്റ് ആണ്, നമ്മുടെ തങ്കം റോൾ ഗോൾഡ് ആണ്. ഒരുപാടായി ഞാൻ വാങ്ങിയിട്ട്, പക്ഷേ കളറൊന്നും പോണില്ല. അടിപൊളി സിമ്പിളായിട്ട് ഷാളും കൂടെ ഇട്ടപ്പോഴേക്കും ഗെറ്റ് റെഡി വിത്ത് മീ കംപ്ലീറ്റ് ആയിട്ടോ. നമുക്കിന്ന് റിസപ്ഷൻ ഉള്ളത് ഷാജേട്ടൻ്റെ ചേച്ചിയുടെ മോളെ കൊണ്ടുപോയ വീട്ടിലാണ്. അവരുടെ റിലേഷനിലാണ് കേട്ടോ, പെരിന്തൽമണ്ണ. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിലാണ് പോകുന്നത്. ഞാനും കണ്ണൻകുട്ടി, പൂജുട്ടിയും പിന്നെ ശരത്തൂടെ ഉണ്ട്, ചേച്ചിയുടെ മോനും കൂടെ അവൻ്റെ കൂടെയാണ് പോകുന്നത് കേട്ടോ. പോകുന്ന വഴിക്ക് ചായയും പൊരിക്കടിയൊക്കെ കണ്ടപ്പോൾ അവിടെ നിന്ന് ഒരു ചായയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി. അവിടെ എത്തി രണ്ട് പട്ടിഷൊക്കെ കാട്ടി ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. നോക്കുമ്പോൾ നല്ല ഫോട്ടോസിൻ്റെ ഒക്കെ തിരക്കാട്ടോ. റിസപ്ഷൻ്റെ നല്ല സമയം. അത് കഴിഞ്ഞ് ശരണിയും അവളുടെ ഇളയിച്ചിയും കുട്ടികളും ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അടിപൊളി ഫുഡായിരുന്നു. ബിരിയാണിയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരത്തെ തന്നെ തിരിച്ചു പോന്നു. നമുക്ക് ഇത്രയും ദൂരം പോരാനുള്ളതല്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഒരു ടാറ്റ ബൈ, സീ യു.